എല്ലാവർക്കും നമസ്കാരം. കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു 10 പോയിന്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പല ആളുകളും പലപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമാണ്, പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ആത്മവിശ്വാസം പോരാ. ഈ ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്യുന്നതിന് ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനും നമ്മുടെ സൈക്കോളജിയൊക്കെയായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ 10 കാര്യങ്ങൾ. അതിലാദ്യത്തത് ചലഞ്ച് നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ പലതും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, സാധിക്കില്ല, പരാജയം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ സെൽഫ് ഡൗട്ടുകൾ അല്ലെങ്കിൽ നെഗറ്റീവ് സെൽഫ് ടോക്കുകളൊക്കെ ഉണ്ടാവും. അത് പൊതുവെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഇതിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളുകൊണ്ട് നമ്മളതിനെ മറികടക്കണം. എനിക്കിത് ചെയ്യാൻ പറ്റും, നമുക്കിത് സാധിക്കും, ഇതിന് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ ആകട്ടെ, പക്ഷേ ഞാൻ ചെയ്ത് പരിശ്രമിക്കും എന്നുള്ള ആ മനോഭാവം, അങ്ങനെ ചലഞ്ച് ചെയ്തുകൊണ്ടേ നമുക്ക് ഈ നെഗറ്റീവ് സെൽഫ് ടോക്കിനെ ഒഴിവാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചിലപ്പോഴൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കും അത്തരം വാക്കുകൾ അല്ലെങ്കിൽ ചിന്തകളൊക്കെ നമ്മളിലേക്ക് വരുന്നത്. അതിനെ ഒഴിവാക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്കത് മാറിക്കിട്ടുന്ന അവസ്ഥ വരും. 2, പ്രാക്ടീസ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷന് വലിയൊരു പവറുണ്ട്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഒരു മെൻ്റൽ റിഹേഴ്സലാണ്. അതായത് നമ്മളെന്താണോ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട്, ആ റിസൾട്ട് മനസ്സിൽ കണ്ടുകൊണ്ടൊരു കാര്യം തുടങ്ങുക. ചിലപ്പോൾ നിങ്ങളൊരു വേദിയിൽ കയറുമ്പോൾ നന്നായി സംസാരിച്ച് കഴിഞ്ഞ് മറ്റുള്ളവർ വളരെ നന്നായി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സീനാണ് നമ്മുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും നമ്മളൊന്ന് റിഹേഴ്സലിട്ട് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ പ്രസൻറ്റേഷനിലുണ്ടാവും. അതുപോലെ ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു പെർഫോമൻസ്, അത് കഴിഞ്ഞുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, അതൊക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതാണ് ആത്മവിശ്വാസം നേടിയെടുക്കാനുള്ള 2ാമത്തെ മാർഗ്ഗം. 3ാമത്തെ കാര്യം എൻഗേജ് ഇൻ റെഗുലർ എക്സസൈസ്. നന്നായി എക്സസൈസ് ചെയ്യാന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡി, കാരണം ഫിസിക്കൽ ബോഡിക്കും നമ്മുടെ ആത്മവിശ്വാസമായിട്ട് വലിയ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും എക്സസൈസൊക്കെ റെഗുലറായി ചെയ്യുന്ന ആളുകൾക്ക് എൻഡോർഫിൻ, ഡോപ്പമിൻ എന്നൊക്കെയുള്ള ഹോർമോണുകൾ തീർച്ചയായിട്ടും അതിൽ നല്ല രീതിയിൽ ബൂസ്റ്റപ്പായിട്ടായിരിക്കും നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില കെമിക്കൽസിൻ്റെയൊക്കെ ആ ഒരു സപ്പോർട്ടോടുകൂടി ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിൻ കുറേയും കൂടി ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തും, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. 4ാമത്തെ കാര്യം ബിൽഡ് ഇൻക്രിമെൻ്റൽ വിൻസ്. ഒരു വലിയ പ്രൊജക്റ്റ്, വലിയൊരു കാര്യം സക്സസ്ഫുൾ ആക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ ചെറിയ ചെറിയ വിജയങ്ങൾ നമുക്ക് ആത്മവിശ്വാസം നൽകും. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകത, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കാര്യത്തിൽ വിജയിച്ച് തുടങ്ങുമ്പോൾ പൊതുവേ പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്കൊരു നല്ല ആത്മവിശ്വാസം ഉണ്ടാകുന്ന അവസ്ഥ വരും. അതുകൊണ്ട് ചെറുതായിട്ടാണെങ്കിൽ സ്മോളായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റുകൾ നേടിയെടുക്കാൻ നോക്കുക. അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാക്കും. 5ാമത്തെ കാര്യം ഫോക്കസ് ഓൺ ബോഡി ലാംഗ്വേജ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പോകുമ്പോൾ ചില പവർ പോസസ്, അത് നമ്മുടെ കോൺഫിഡൻസാണ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് നിൽക്കുമ്പോൾ തന്നെ അറിയാം അവരെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് പറയുന്ന അവസ്ഥ. നമ്മൾ നിവർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ശരീരഭാഷ പ്രോപ്പറായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ടെസ്റ്റോസ്റ്റെറോൺ പോലുള്ള ഹോർമോണിൻ്റെയൊക്കെ ഒരു വർധനവ് സഹായിക്കും. അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് കുറച്ചും കൂടി ഒരു സെൽഫ് അഷുറൻസ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് കൺട്രോൾ ഒക്കെ ഉണ്ടാക്കാനും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ ബോഡി ലാംഗ്വേജിനും കോൺഫിഡൻസുമായിട്ട് ബന്ധമുണ്ട്. 6ാമത്തെ കാര്യം പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഇവിടെയാണ് നമ്മുടെ മെഡിറ്റേഷനും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമ്മുടെ ആ ഒരു പിൻബലമൊക്കെ നമ്മുടെ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വലിയ എലമെൻ്റായി മാറുന്നത്. കാരണം മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അല്പം മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മുടെ ബ്രീത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്കണ്ഠ കുറഞ്ഞു വരുന്നതായിട്ട് കാണുകയും നമ്മൾ കുറച്ചും കൂടെ മാനസികമായിട്ടുള്ള ആ ശക്തി ശരീരത്തിലേക്കും മറ്റ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനിലേക്കും വരികയും അത് കോൺഫിഡൻസിന് സപ്പോർട്ടായി മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. 7ാമത്തെ കാര്യം കൾട്ടിവേറ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. കാരണം അതിന് അഡാപ്റ്റ് ചെയ്യാനും ലേൺ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ സ്ട്രെച്ച് ചെയ്യാനുള്ള ആ മികവിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോഴാണ്. എങ്ങനെ വിജയിക്കാം, എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ചിന്തയോടുകൂടിയുള്ള പ്രവൃത്തിയാണ് നമുക്കൊരു ആത്മവിശ്വാസം നൽകുന്നത്. അപ്പോൾ ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും കോൺഫിഡൻസിന് സപ്പോർട്ടീവാണ്. 8ാമത്തെ കാര്യം ലിമിറ്റ് പോസിറ്റീവ് അഫർമേഷൻസ്. ഈ അഫർമേഷൻസ് അഥവാ സ്ഥിരീകരണങ്ങൾ നല്ലതാണ്, പക്ഷെ അത് ഒരുപാടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ വെറുതെ നമ്മളത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നടക്കും, ഇന്ന് നല്ലതായിരിക്കും എന്ന് മാത്രം പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നീട് തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, ഇത് പലപ്പോഴും ഒരു അൺട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ.
അത് പിന്നീട് നമുക്കത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അഫർമേഷൻസ് വേണം, അതിനൊന്ന് ലിമിറ്റ് ചെയ്യുക. 1-2 കാര്യങ്ങളിൽ ആ പോസിറ്റീവ് വൈബൊക്കെ എടുത്ത് കാര്യങ്ങൾ നടത്തിയെടുക്കുക. എക്സിക്യൂഷൻ കൊണ്ടാണ് നമുക്ക് പിന്നീടുള്ള കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. 9ാമത്തെ കാര്യം, ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ഡിസ്കംഫേർട്ട്. പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും, അതിനോടൊന്ന് കംഫർട്ടബിൾ ആവുക. അതായത് എൻ്റെ വളർച്ചയ്ക്ക് ചില ഡിസ്കംഫേർട്ടിലൂടെ തന്നെ ഞാൻ കടന്നു പോകണം, എന്നാലേ എനിക്ക് നാളെ ഒരു ഉയർച്ചയും വളർച്ചയും ഉണ്ടാകുള്ളൂ. അതായത് എനിക്ക് പരിചിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനോട് ഇഴുകി ചേരാൻ പറ്റുന്ന അവസ്ഥ അത് ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ കോൺഫിഡൻസിന് സഹായകരമായിരിക്കും. ആൻഡ് ഫൈനലി, സ്ലീപ്പ് വെൽ. ഉറങ്ങുക എന്ന് പറയുന്നതിന് വലിയൊരു പവറുണ്ട് എന്ന് മനസ്സിലാക്കുക. കാരണം കറക്റ്റായിട്ടുള്ള ഉറക്കം നമ്മുടെ പിറ്റേ ദിവസത്തെ ആക്ടിവിറ്റി, എനർജി, ഇതിലെല്ലാം വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. ഉറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിലൊരു ആത്മവിശ്വാസ കുറവുണ്ടാവും. നമ്മളിന്ന് പറഞ്ഞ ഈ 10 കാര്യങ്ങളും വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മുടെ ആത്മവിശ്വാസത്തിനെ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും പരിശ്രമിച്ച് നോക്കുക. കാരണം ആത്മവിശ്വാസം എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തിയിലും നമുക്ക് അതിൻ്റെ വിജയത്തിലേക്ക് വലിയൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ്. അത് നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.